എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ഗ്ലാസ് പെയിന്റ് തന്നെയാണ്. പക്ഷെ അത് നമുക്കൊരു പ്രത്യേക ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കതിന് ഒരു ടെക്സ്ചർ വർക്കാണത്. അപ്പോൾ വളരെ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ബോട്ടിൽ കുറച്ച് ഏരിയ ഉള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട്, അപ്പം ഞാൻ ഈ ഡിസൈനാണ് എടുക്കുന്നത്, ഒരു ചെറിയ ഡിസൈൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ അതേ അളവിൽ തന്നെ ഞാനൊരു കാർബൺ പേപ്പർ കട്ട് ചെയ്തെടുത്ത്, ഇത് യെല്ലോ കാർബൺ പേപ്പറാണ്. ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, സെയിം അളവിൽ തന്നെ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട്, ഇപ്പം നമ്മൾക്ക് ഇത് എത്ര ഏരിയ ഉണ്ടോ അതനുസരിച്ചൊരു ഡിസൈൻ നമ്മളൊന്ന് കൈകൊണ്ട് അങ്ങ് വരച്ചെടുത്താൽ മതി. ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കത് ട്രേസ് എടുക്കണം. അപ്പം അതിന് മുന്നേ ഞാനതൊന്ന് ഒട്ടിക്കാൻ പോവാണേ, കാരണം അല്ലെങ്കിൽ അത് തെന്നിപ്പോവും. ഇത് സെല്ലോ ടേപ്പാണ് ഞാൻ എടുത്തത്. സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഞാൻ നോക്കട്ടെ, ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് കൊണ്ടുവന്ന് വെക്കുക. വെച്ചിട്ട് ഈ കോർണറിലായിട്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. 4 കോർണറിലും അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കാരണം ഒന്നാമത്തെ ഗ്ലാസ്സാണ്, അപ്പോൾ പെട്ടെന്ന് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ തുണിയിലൊക്കെ വെച്ച് വരയ്ക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ടേപ്പ് എന്തായാലും ടേപ്പ് ഒട്ടിച്ചിട്ട് തന്നെ വരച്ചാൽ മതി, എത്ര ചെറിയ ഡിസൈൻ ആണെങ്കിലും. ഇപ്പോൾ ഡിസൈന് നമ്മൾ സേഫാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, വരച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഓരോ വശത്തു നിന്നൊന്ന് പൊക്കി നോക്കണം, നമുക്ക് വന്നിട്ടുണ്ടോന്ന്. വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ഡിസൈനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും വിട്ടുപോയാലേ കുഴപ്പമില്ല. ഒരു ഏരിയ വിട്ടിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അതായത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ യെല്ലോ കാർബൺ പേപ്പറാണ് ഏറ്റവും നല്ലത് ഗ്ലാസ്സിലേക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിത് ഗ്ലാസ് ലൈനറാണ്. ഗ്ലാസ് ലൈനർ ബ്ലാക്കാണ് ഞാൻ എടുത്തേക്കണേ. അത് വെച്ച് നമ്മൾ ഗ്ലാസ് പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഗ്ലാസ് പെയിന്റ് ഒക്കെ ചെയ്യാൻ അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. അപ്പം ഞാനത്, എൻ്റെ ഈ ഗ്ലാസ് ലൈനർ കുറച്ച് പഴയതാണ് കേട്ടോ. അത് കാരണം നമ്മളെപ്പോഴും പുതിയത് വേണ്ടി ചെയ്യണം നല്ലതാണ്, കാരണം ഇത് വിട്ട് പോരാനുള്ള സാധ്യതയുണ്ട് ഇതിന്. അപ്പം അതൊക്കെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ലൈനർ ഇട്ട് കൊടുക്കണം, ആ വരയെ കൂടി തന്നെ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സൂക്ഷിച്ചത് സമയം എടുത്ത് ചെയ്താൽ മതി, ഒരു ധൃതിയും വെക്കണ്ട. നമ്മൾ സാവധാനം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ടിഷ്യൂ കയ്യിൽ വെച്ചേക്കണേ. നമ്മൾ ഇടയ്ക്ക് അതിലിങ്ങനെ തൂത്ത് കൊടുക്കണം. ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് തൂത്ത് കൊടുക്കണം, നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും ഫിനിഷിങ് ഉണ്ടാവും നമ്മൾക്ക്. അപ്പോൾ സാവധാനം തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ഓരോ ഏരിയ മാറ്റി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൈനർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ലൈനർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും വിടേണ്ടി വരും കേട്ടോ, ഉണങ്ങണമെങ്കിൽ. നന്നായിട്ട് ഉണങ്ങിയിട്ട് പിന്നെ അടുത്ത വർക്കിലേക്ക് പോയാൽ മതി നമ്മൾ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ. ഇപ്പോൾ ഈ ഗ്ലാസ് പെയിന്റ് ഒക്കെ കിട്ടുന്നിടത്ത് തന്നെ ഈ ഗ്ലൂ നമുക്ക് കിട്ടും. ഫാബ്രിക് ഗ്ലൂ തന്നെ വേണം കേട്ടോ. എന്നിട്ട് പതുക്കെ നമ്മൾ അതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ഡോട്ട് മതി, വളരെ ചെറുത്. അടുപ്പിച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ല ഭംഗിയിൽ നമുക്കിതിങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് ഇതിന് നമ്മളെല്ലായിടത്തും അത് ഫില്ല് ചെയ്യണം. നമ്മൾ ഈ ഗ്ലൂ ഇട്ടിട്ട് എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ട്
നമ്മൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ അതിനെ ഡ്രൈ ആവാൻ വെക്കേണ്ടി വരും. നമുക്ക് സമയമെടുത്ത് ഓരോ ദിവസമായിട്ട് ഈ വർക്കങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാനിത് ലൈനർ ഇട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ കുത്തി കൊടുത്തത് അപ്പം 4 സൈഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിന് എടുത്തിരിക്കുന്ന പെയിൻറ് സോളിഡ് ബേസ്ഡ് ഗ്ലാസ് പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ടൊമാറ്റോ റെഡാണ്. ഇത് ഞാൻ എടുക്കാം ആദ്യം. അത് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണത്. സാധാരണ സോളിഡ് ബേസ്ഡ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യണതാണ്. ഇത് ബോട്ടിലാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്യാൻ റെഡ് തന്നെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെഡ് ഞാൻ ബീക്കിലും കൂടെ റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് ഡാർക്ക് ഗ്രീനാണ്, ഇതെടുക്കാം. അപ്പം ഞാൻ ഗ്രീൻ കൊടുക്കാൻ പോകുന്നത് ലീഫിലേക്കാണ്. മൂന്ന് ലീഫുള്ളൂ, അതിലേക്ക് നമ്മൾ ഈ ഗ്രീൻ അങ്ങ് കൊടുക്കുക. ഞാൻ ഈ പീക്കോക്കിന് ടർക്കോയിഷ് ബ്ലൂ കൊടുക്കാൻ പോവാണ്. ഇവിടെയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ടർക്കോയിഷ് ബ്ലൂ തന്നെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഞാനിങ്ങനെ ഇതൊരു കളർ കൊടുത്തേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത കളറ് ലെമൺ യെല്ലോ കൊടുക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഏരിയയും ഡ്രൈ ആയിട്ട് വേണം. തൊട്ടടുത്തുള്ള ഏരിയകൾ ഡ്രൈ ആയിട്ട് കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. കാരണം അത് മെർജാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യുകയാണ് അങ്ങോട്ട്. കാരണം നമ്മൾക്ക് ഇത് ഡ്രൈ ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ എടുക്കും. ഡ്രൈ ആയിട്ട് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. കാരണം ചെറുതായിട്ടൊന്നും കൂടി തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് മെർജായി പോകും. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത് 2 ഏരിയയും കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്. വളരെ സൂക്ഷിച്ചു കൊടുക്കുക. ഓറഞ്ചിനും ലെമൺ യെല്ലോയ്ക്കും കുറച്ച് കളർ കുറവായിരിക്കും ഈ സോളിഡ് ബേസ്ഡ് ഗ്ലാസ് പെയിന്റിൽ വരുമ്പോൾ. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ് വരിക. ഇവിടെയും കൂടെ കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കണ്ണും കൂടെ കൊടുക്കാനുള്ളൂ. അപ്പോൾ കണ്ണ് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആണ്. ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. വൈറ്റ് ഫാബ്രിക് പെയിൻ്റ് എടുത്തേക്കണത്. അത് നമുക്ക് ബ്രഷ് വെച്ച് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ശരിക്കും ഗ്ലാസ് പെയിൻ്റ് അങ്ങ് ഉണങ്ങിയിട്ട് കൊടുത്താലും മതി. അത് തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് കൊടുക്കാം.
എന്നിട്ട് ചെറുതായിട്ട് അതിൻ്റെ നടുക്ക് നമ്മളൊരു പതുക്കെ ഒരു ബ്ലാക്ക് ഒന്നോ ഫാബ്രിക് പെയിൻ്റ് തന്നെ ഒരു ബ്ലാക്ക് എടുത്തിട്ട് അതിനെ അങ്ങ് ഒരു ചെറിയൊരു ഡോട്ട്, വളരെ ചെറുത്, അതും ശരിക്കും വൈറ്റ് ഉണങ്ങിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യണ പോലെ അതിന് ചെയ്യണ്ട. വൈറ്റ് ഒന്നും ഉണങ്ങിയില്ലെങ്കിൽ രണ്ടും കൂടെ ബ്ലെൻഡായി പോകും. ഓക്കെ, അത്ര മതി. ഇനിയിപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ തന്നെ അനക്കാണ്ട് വെക്കണം. 1 മണിക്കൂറോളം അനക്കാണ്ട് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്തത് നമുക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.